ഭയങ്കര ഫേമസ് ആണ് എഗ് കോഫി. നമ്മൾ എഗ് കോഫി ധൈര്യം സംഭരിച്ച് നിങ്ങൾക്ക് കുടിച്ചു വെക്കാൻ പോവാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് സ്റ്റെപ്പ് ഡയറി ബൈ നൈന. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ട്രെയിൻ സ്ട്രീറ്റ്. നമുക്കിന്ന് ട്രെയിൻ സ്ട്രീറ്റിൽ പോവാം. ഫോർ എ ചേഞ്ച് നമ്മളിന്ന് ബസ്സിലല്ല, ഗ്രാബ് ബൈക്കിലാണ് പോകുന്നത്. ഇത് ആ പച്ച കളർ ഇട്ട് വരുന്ന ആളാണ് നമ്മുടെ ഗ്രാബ് ബൈക്ക്. കാണുന്നുണ്ടോ? ഹലോ, സേ ഹലോ. ഹലോ. ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയാണ്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റ് ഉള്ളത് ഒരു കുഞ്ഞു ടൗൺഷിപ്പിലാണ്. ഇതൊക്കെ വില്ല സെക്ഷൻസ് ആണ്. ഒരു വില്ലയിലും ആരും അങ്ങനെ താമസിക്കുന്നൊന്നുമില്ല. മിക്ക വില്ലാസും ഷോപ്സിന് വേണ്ടിയിട്ട് റെൻറ്റിന് കൊടുത്തേക്കുവാണ്. ഗ്രാബ് ബൈക്കിന്റെ ആപ്പിൽ നമ്മൾ എത്തുന്ന ടൈം കാണിക്കുന്നത് 11:28 ആണ്. ആ സമയത്തിന് എത്തുമെന്നൊന്നും എനിക്കറിയില്ല, ബിക്കോസ് നല്ല ട്രാഫിക് ഉണ്ട്. വിയറ്റ്നാമിൽ കാസിനെക്കാട്ടിലും കൂടുതലുള്ളത് സ്കൂട്ടേഴ്സാണ്. ടൂറിസ്റ്റിന് ഇവിടെ സ്കൂട്ടേഴ്സ് ഇഷ്ടം പോലെ റെൻറ്റിന് കിട്ടും. ആകെ പാസ്പോർട്ട് മാത്രം കാണിച്ചാൽ മതി. എയ്തർ പാസ്പോർട്ട് ഡെപ്പോസിറ്റ് വെക്കണം, ഓറൽസ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താലും മതി. ഇത് പൂക്കൾ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റാണ്. സിയൂഥി ഹോവ. സിയൂഥി എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്, ഹോവ എന്ന് പറഞ്ഞാൽ ഫ്ലവർ. ഇവിടെ ട്രാഫിക് ഭയങ്കര ടെറിബിളാണ്. രാവിലെ എല്ലാവരും ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് വെളിയിൽ പോകുന്നതിൻ്റെ ട്രാഫിക്കാണ് ഈ കാണുന്നത്. ഇവിടെ മെയിൻ റോഡ്സ് ഭയങ്കര കുറവാണ്. ഇതുപോലുള്ള ആലീസോ സ്ട്രീറ്റ്സോ ലെയിൻസ് ആണ് ഏറ്റവും കൂടുതൽ. എല്ലാം ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ വഴിയൊക്കെ തെറ്റാറുണ്ട്. ഈ റോഡിന്റെ ആ മുകളിൽ പാലം പോലെ കാണുന്നത് അത് ട്രെയിൻ ട്രാക്ക് ആണ് കേട്ടോ, റെയിൽ പാളമാണ് ആ കാണുന്നത്. നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകുന്ന ട്രെയിനൊക്കെ ഈ വഴി കൂടെയാണ് പോകുന്നത്. കണ്ടാ, ഇതിന്റെ സൈഡിൽ കുറെ കഫേസും ഉണ്ട്. ട്രെയിൻ കണ്ടുകൊണ്ടിരുന്ന് കോഫി കുടിക്കാം. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ ലോക്കൽ മാർക്കറ്റ്സ് ആണ്. താങ്ക് യു. ബൈ. അപ്പൊ നമ്മള് കറക്റ്റ് ടൈമില് ട്രെയിൻ സ്ട്രീറ്റിലെത്തി. യെസ്, നമ്മൾ കറക്റ്റ് ടൈമിൽ ട്രെയിൻ സ്ട്രീറ്റിലെത്തി. 11:50ക്കാണ് ട്രെയിൻ. നമ്മളിപ്പോൾ 11:20ക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിനി കയറി നോക്കാം. ബട്ട് ഇവിടെ എൻട്രി ഫീയോ എൻട്രി ടിക്കറ്റ് അങ്ങനൊന്നും ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ കയറി കോഫി കുടിക്കണം, എന്നാലേ നമ്മളിവിടെ കയറ്റൂ. അപ്പം നമുക്ക് ഏതെങ്കിലും നല്ലൊരു കോഫി ഷോപ്പ് കണ്ടുപിടിക്കും. ഓക്കെ, നമുക്ക് ഇരിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, നല്ലൊരു കോഫി ഷോപ്പ് കിട്ടി. ഇനി നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. കാരണം ഇവിടെ ടിക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് കോഫിയാണ് എഗ് കോഫി. ഇങ്ങനെ ബഹളം കൊണ്ട് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് എഗ് കോഫി. മുട്ടയുടെ മഞ്ഞ് ഉപയോഗിച്ച് പാലിന് പകരം മുട്ടയുടെ മഞ്ഞയും കണ്ടൻസ് മിൽക്കും പിന്നെ കോഫി ഡിക്കോഷനും യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് എഗ് കോഫി എന്ന് പറയുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മുട്ടയുടെ ടേസ്റ്റ് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതേ കോഫി, നമുക്കിത് സ്പെഷ്യൽ എഗ് കോഫി, പിന്നെ എന്തെങ്കിലും കഴിക്കാനായിട്ട് നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് പറയാം. ഫ്രഞ്ച് ഫ്രൈസ് ഇത്ര മതി. ഇവര് ട്രെയിൻ ടൈമിങ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ധൈര്യം സംഭരിച്ച് നിങ്ങൾക്ക് കുടിച്ചു വെക്കാൻ പോവാണ്. സ്പൂണുണ്ട്, നക്കി നോക്കാം.
നല്ലപോലെ ഇളക്കണം. മുകളിൽ എനിക്ക് തോന്നുന്നു അവര് മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്തിട്ടേക്കുവാണെന്ന്. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഭയങ്കര ഷോക്കായി ഞാൻ. ഇത് ആക്ച്വലി മുട്ടയുടെ മഞ്ഞയാണെന്ന് എഗ് യോക്ക് ആണെന്ന് തോന്നത്തേ ഇല്ല. കോഫിയുടെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി പാലൊഴിച്ചിട്ട് കോഫി ഉണ്ടാക്കിയ പോലാണ് എനിക്ക് തോന്നുന്നത്. കാണുന്നുണ്ടോ? നല്ല ടേസ്റ്റ്. ഇനി ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ട്രെയിൻ വരുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ട്രെയിൻ വരുന്നുണ്ട്, എല്ലാവരും മാറ്റി നിർത്തുവാണ്. ട്രെയിൻ വരുന്നുണ്ട്, എല്ലാവരും ട്രാക്കിൽ നിന്ന് മാറ്റി നിർത്തുവാണ്. ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ നമ്മുടെ ഇത്ര അടുത്താണ് പോകുന്നത്. കോഫി ഷോപ്പും ട്രെയിൻ ട്രാക്കും തമ്മിൽ അത്ര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ എനിക്ക് നല്ലോണം എടുക്കാൻ പറ്റിയേനെ. ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ട്രാക്ക് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ട്രെയിൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇടവിട്ടേ ഉള്ളൂ ഇനി. അതുകൊണ്ട് ആൾക്കാരൊക്കെ പോയി തുടങ്ങി. ട്രെയിൻ ട്രാക്കും അടച്ചും തുടങ്ങി. കോഫി ഷോപ്സും ഏകദേശം ക്ലോസ്ഡ് ആയിട്ടാണ്. ലഞ്ച് ടൈം ആയില്ലേ. ഇതിപ്പോൾ ട്രെയിൻ ട്രാക്ക് അടച്ചിട്ടതിൻ്റെ ട്രാഫിക്കാണ്. ഭയങ്കര ഹോങ്കിങ് ആണ് ഇവിടെയും. ദേ ലഞ്ച് ടൈം ആയതുകൊണ്ട് ബണ്ണും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ നിൽക്കുന്ന ആളാണിത്. നമുക്ക് എന്തായാലും ട്രെയിൻ സ്ട്രീറ്റിന് അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഫുഡ് മാർക്കറ്റ്. ഇവിടുത്തെ ഫുഡ് മാർക്കറ്റിലൂടെ കയറിയിട്ട് വേണം അപ്പുറത്തെ റോഡിലോട്ട് ഇറങ്ങാനായിട്ട്. എന്തായാലും നമുക്ക് ഫുഡ് മാർക്കറ്റിലൂടെ പോവാം. എന്തായാലും ഇവിടുത്തെ ഫുഡൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് ഓത്തന്റിക് വിയറ്റ്നാമീസ് ഫുഡ് ഭയങ്കര ബ്ലാൻഡ് ആണ്. നമ്മുടെ മോസ്റ്റ്ലി ഇന്ത്യൻസിന്റെ ടേസ്റ്റ് ബഡ്സിന് പറ്റുന്ന ടൈപ്പ് ഫുഡല്ല വിയറ്റ്നാമീസ് ഫുഡ് എന്ന് പറയുന്നത്. 1-2 തവണ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നമുക്ക് കയറി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അപ്പുറത്തെ റോഡിലോട്ട് ഇറങ്ങാം. ലഞ്ച് ടൈം ആയതുകൊണ്ട് ഓരോ കടകളിലും ആൾക്കാർ വന്നു തുടങ്ങി. അവരുടെ ലഞ്ച് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ലഞ്ച് ടൈമിൽ ആൾക്കാർ പുറത്തു നിന്നാണ് കഴിക്കുന്നത്.
ഫുഡ് സ്ട്രീറ്റ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ബിക്കോസ് ഫുഡ് സ്ട്രീറ്റ്സ് രാത്രിയിലാണ് കാണാൻ ഏറ്റവും കൂടുതൽ നല്ലത്. മാത്രമല്ല കൂടുതൽ ഫുഡ് ഐറ്റംസ് രാത്രിയിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പുറത്ത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ തവള, ക്രാബ്, പിന്നെ വലിയ വലിയ ഫിഷസ്, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ അവർ എടുത്ത് വെക്കാറുണ്ട് രാത്രി സമയത്ത്. അപ്പോൾ അവർ അതിനകത്തുനിന്ന് ഇഷ്ടമുള്ളതിനെ പിടിച്ചിട്ട് നമുക്ക് അവർക്ക് കറി വെക്കാനായിട്ടോ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് അതൊന്നും ഇല്ല, രാത്രിയിലാണ് കൂടുതൽ. അപ്പോൾ അതൊരു നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഗ്രാബ് ബൈക്കിലാണ്. ഞാൻ തിരിച്ച് ബസ്സിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ബസ് സ്റ്റോപ്പിന് അടുത്ത് എത്തിയിട്ട് ഇവിടെ ട്രെയിൻ സ്ട്രീറ്റിന് അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പം ഇവിടുന്ന് ബസ് കയറിയാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ പോയി ഇറങ്ങാം. ട്രെയിനിന് വാക്കുകൾ തെറ്റാണല്ലോ ദൈവമേ. അപ്പോൾ ബസ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആപ്പ് ചെക്ക് ചെയ്തിട്ടില്ല. ബസ് വരുവാണെങ്കിൽ ബസ്സിൽ കയറി പോവാം. കാത്തുനിന്നിട്ടും ബസ് വരുന്നില്ലെങ്കിൽ നമുക്ക് സ്കൂട്ടറിൽ വീണ്ടും പോവാം. അപ്പോൾ ഇനി എന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ട്രെയിൻ സ്ട്രീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ പേര് ഹനോയിൽ വന്നാൽ വരുന്ന ഒരു സ്ഥലമാണ് ഹനോയ് ട്രെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ ഇരിക്കാനും, നല്ലൊരു ആംബിയൻസ് ആണ് അകത്ത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ ബൈ. പോവല്ലേ, അതിനു മുന്നേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ.